ചേച്ചി, ഇവിടെ ഒരു ചെറിയ കുട്ടിയെ കണ്ടിരുന്നു. ഒരു കുട്ടി ഇവിടുന്ന് ഡ്രസ് എടുത്തിട്ട് അതുവഴി പോകുന്ന കണ്ടു. അവിടെ നോക്കാം. താങ്ക്സ്. ഇത് പാക്ക് ചെയ്തു. മോളെ, അവണി മോളെ, എന്റെ ഈശ്വര. അതെ, ഒരു കുഞ്ഞു കുട്ടി ഇവിടെ കണ്ടിരുന്നോ? ഇല്ല മോളെ. ആതിരാണല്ലോ. മോളെ, ആന്റി, ഇത് രണ്ടും എനിക്ക് ചെറുതാ. ചെറുതും ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ. എത്ര നേരമായിട്ട് നിന്നെ കാണാതെ തീ തന്ന് നടക്കുക. ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ഇങ്ങോട്ട് വാ. നിനക്ക് ഡ്രസ്സൊക്കെ പിന്നെ എടുത്തു തരാന്ന് പറഞ്ഞല്ലേ? വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട് വരാൻ. വാ. സർ, ഈ ഫയലൊന്ന് സൈൻ ചെയ്യണേ. ഓക്കെ, പൊയ്ക്കോളൂ. ഓക്കെ സർ. സർ, ജ്യൂസ്. ആ, വെച്ചോളൂ. ഇന്ന് വർക്ക് തീരുമ്പോൾ ലേറ്റ് നൈറ്റ് ആകുമെന്ന് തോന്നുന്നു. നാളത്തെ മീറ്റിംഗ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു. നേരത്തെ വീട്ടിലെത്തി അവളെ ഒന്ന് വിഷയം സാധിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ബർത്ത്ഡേ വിഷസ് അയച്ചാലോ? ആ, അല്ലെങ്കിൽ അത് വേണ്ട. നേരിൽ പറയുന്നതും ഒളിച്ചു പറയുന്നതും രണ്ടും രണ്ടല്ലേ? വീണ്ടും എന്തിനാ വളഞ്ഞ വഴികൾ ആലോചിക്കുന്നേ? മാഡം, ഗുഡ് ഈവനിങ് മാം. യാ, ഫയൽ ഞാൻ മാഡത്തിന്റെ ടേബിളിൽ വെച്ചേക്കാം. ശരി. അല്ല, സച്ചി ഇതുവരെ പോയില്ലേ വീട്ടിലേക്ക്? നാളെ പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗ് അല്ലേ എടുത്തി. അതിന്റെ പ്രീ വർക്കുകൾ തീർന്നിട്ടില്ല. അത്തരം വർക്കുകൾ ചെയ്യാനല്ലേ ഇവിടെ സ്റ്റാഫുകളെ നിയമിച്ചിരിക്കുന്നത്. ആരൊക്കെ ഉണ്ടായാലും നീ തന്നെ എല്ലാം ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാ? അവരെയും നമുക്ക് വിശ്വാസത്തിലെടുക്കണ്ടേ? വിശ്വാസക്കുറവല്ലേ എടുത്തി. അവര് ചെയ്തു കഴിഞ്ഞാലും ഞാൻ തന്നെ ഇതേ സൂപ്പർവിഷൻ ചെയ്യണ്ടേ? അപ്പൊ പിന്നെ ഞാൻ തന്നെ ചെയ്യുന്നല്ലേ നല്ലത്. ഇത് നമ്മുടെ ആനുവൽ മീറ്റിംഗ് അല്ലേ? എനിക്കറിയാം സച്ചി. പക്ഷേ നീ ഇപ്പൊ പഴയ സച്ചി അല്ല. കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളെക്കാൾ കൂടുതൽ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിനക്കുണ്ട്. പിന്നെ വേണമെങ്കിൽ ഈ മീറ്റിംഗ് നിനക്ക് വേണ്ടി ഏടത്തി അറ്റൻഡ് ചെയ്യാം. നിന്റെ കൂടെ കാലങ്ങളായി നടന്ന് എനിക്കിതൊക്കെ ശീലമായി. പോരാത്തതിന് വിജയും ശ്വേതയൊക്കെ എന്റെ കൂടെ ഇല്ലേ? സാരമില്ല എടുത്തി. ഇതല്ലാതെ എനിക്കെന്ത് മറ്റു കാര്യങ്ങൾ? അങ്ങനെ പറയരുത്. ഇന്ന് നിന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. നീ അവളുടെ കൂടെ വേണ്ട സമയം. അവള് നമ്മുടെ വീട്ടിലെത്തിയിട്ട് ആദ്യത്തെ പിറന്നാളാ. അതും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാ. നീ വേണം അവളെ ആദ്യം വിഷ് ചെയ്യേണ്ടത്. അതൊക്കെ നീ മറക്കാതെ ചെയ്തു കാണുമെന്ന് എനിക്കറിയാം. എന്നാലും ഇന്നത്തേക്കിത് മതി. വേഗം വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. കുറെ നേരം അവളുടെ കൂടെ ചെലവഴിക്ക്. എടുത്തി എഴുന്നേറ്റേ വാ. നിന്നെ കാണാതെ അർച്ചന ആകെ വിഷമിച്ചിട്ടുണ്ടാവും. പാവം, അവളായതുകൊണ്ട് പരിഭവം ഒന്നും പറയില്ല. വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇപ്പൊ നിന്നെയും കൊണ്ട് രാജ്യം വിട്ട് പറഞ്ഞേനെ. അവൾ ഇന്ന് വരെ ഒരു ഔട്ടിങ്ങിന് പോലും പോണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ.
അതാണ് അവള് നിന്നെ മനസ്സിലാക്കിയതിന്റെ ഗുണം. അവക്ക് നിന്നെ വല്ലാത്ത ജീവനാ. ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടുന്നതേ ഭാഗ്യ. നീ എന്ത് തീരുമാനിച്ചു? ഞാനിന്ന് വീട്ടിലേക്ക് പോവാ. സാർ, മേഡത്തിനോട് എൻ്റെ ബർത്ത്ഡേ വിഷസ് പ്രത്യേകമായി പറഞ്ഞേക്കണം. ഷുവർ, ഞാൻ പറഞ്ഞേക്കാം. ആ എടുത്തി, അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും വിളിക്കണേ. ശരി. കണ്ടോ വിജയ്, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. അതാണ് ഈ അവന്തിക. നാളത്തെ മീറ്റിംഗിൽ അവനെ പങ്കെടുപ്പിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു. അതങ്ങനെ തന്നെ വർക്കൗട്ട് ആയത് കണ്ടോ? അവന്തിക മേഡം ഒന്ന് നടത്തണമെന്ന് വിചാരിച്ചാ അത് പിന്നെ നടത്തിയിട്ടല്ലേ അടങ്ങും. ഇതൊരു തുടക്കം മാത്രമാണ് വിജയ്. നാളത്തെ മീറ്റിംഗിന് വരുന്നതൊക്കെ വൻകിട കമ്പനികളുടെ മുതലാളിമാരാ. അവർക്ക് മുന്നിൽ അവരേക്കാ വലിയ മുതലാളിയായി ഈ അവന്തിക ദാ ഇങ്ങനെ ഈ MD കസേരയിൽ കയറി കാലുമേ കാലും വെച്ചൊരു ഇരിപ്പുണ്ട്. ഇനി അവരുമായി ഡീൽ ചെയ്യുന്നത് ഈ അവന്തികയായിരിക്കും. നീ ഇതുവരെ നോർമൽ ആയില്ല സച്ചി. ഇല്ല ആനന്ദേ, എത്ര ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ല. ഡേ ബൈ ഡേ ഞാൻ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്ന പോലെയാ. അതൊക്കെ വെറും നിന്റെ തോന്നലുകളാ. അല്ലടാ, റിയാലിറ്റിയാണ്. നമ്മൾ പറയാറില്ലേ, നെഞ്ചിനകത്ത് എന്തോ ഇരുന്ന് പുകഞ്ഞു പുകഞ്ഞ് എരിയുന്ന പോലെ എന്നൊക്കെ. അത് അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുന്നവനാ ഞാൻ. ആ നെരിപ്പോടെ നിറക്കി വെക്കാൻ എനിക്ക് എന്ന് കഴിയൂടാ. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ആര്? ആ അർച്ചന. അതൊരു പാവടാ, പഞ്ചപാവം. വീട്ടിലെ എല്ലാവർക്കും വേണ്ടി രാവൊന്നോ പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അത് കാണുമ്പോ അതിലും സങ്കടമാണ്. ഇതൊക്കെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. കഴിഞ്ഞതൊക്കെ മറന്ന് നിനക്ക് വേണ്ടി നിന്റെ വീട്ടുകാർക്കും വേണ്ടി ജീവിക്കുന്ന ആ പാവത്തിനെ സ്നേഹിക്കണമെന്ന്. അതെങ്ങനെയാണെന്ന് എന്നെ കൊണ്ട് പറ്റുന്നേ? എന്റെ മനസ്സിൽ നിന്നും അമ്മ മായുന്നില്ല. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടുകയാ. അവളെ മറക്കാതെ എനിക്കെങ്ങനെ അർച്ചനെ സ്നേഹിക്കാൻ കഴിയും? എടാ, മനസ്സൊന്നല്ലേ ഉള്ളൂ. എടാ, ജീവിതത്തിൽ ചില പാളിച്ചകളെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ബന്ധങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉണ്ടാവും. അത് നമ്മൾ സാഹചര്യം അനുസരിച്ച് ആരെയും വേദനിപ്പിക്കാതെയും സങ്കടപ്പെടുത്താതെയും മറക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാറുണ്ട്. നിന്നെക്കാളും വലിയ ആളുകൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നിനക്കെന്താടാ കഴിയാത്തത്? നീ നിന്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ നാട്ടിലും വീട്ടിലും ശ്രീരാമനാണെന്ന് തെളിയിക്കാൻ ഒന്നും അറിയാത്തൊരു പാവം പെണ്ണിനെ ബലി കൊടുക്കുന്നതെന്ന് മറക്കരുത്. എല്ലാം അറിഞ്ഞിട്ടും അവൾക്കൊരു നിമിഷം മതി നിന്നെ ബലൂണ് പോലെ പൊട്ടിച്ച് ഈ സമൂഹത്തിന് എറിഞ്ഞു കൊടുക്കാൻ. അതോടെ തീർന്നു നീ എന്ന ബിസിനസ് ടൈക്കൂൺ. അവളായിട്ട് ഇത് ചെയ്യാത്തത് എന്നെങ്കിലും നീ പഴയതെല്ലാം മറന്ന് അവളെ സ്വീകരിക്കുന്നുള്ള പ്രതീക്ഷയിലാവും. അതുമല്ലെങ്കിൽ 2 കുടുംബങ്ങൾക്കും വേണ്ടി ത്യാഗം ചെയ്യുന്നതായിരിക്കും. അവളെയാ നീ തൊഴേണ്ടത്. നെഞ്ചുറച്ചൊരു തീരുമാനം എടുക്കണം. ഇവളാണോ അതോ അവളാണോ നിന്നോടൊപ്പം ജീവിക്കേണ്ടതെന്ന്. തീരുമാനം, ആ വാക്കാണ് എന്നെ ചുറ്റിക്കുന്നത്. കുറ്റബോധം എന്നെ വല്ലാതെ തളർത്തുന്നു. ഒരു ദിവസം പോലും ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല ആനന്ദേ. ഇന്നലെ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയത്. അർച്ചന രാത്രി വൈകി ഫോണിൽ സംസാരിച്ചു നിന്നപ്പോ ആ സംസാരം കേട്ടപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു. ആരോടാണ് സംസാരിച്ചെന്ന് പോലും ചോദിക്കാതെ, അർച്ചനയുടെ ഒരു വാക്കുപോലും കേൾക്കാൻ നിൽക്കാതെ ഞാൻ കിടന്നുറങ്ങി. അല്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അറിഞ്ഞാനെ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണെന്ന്. നിന്നേക്ക് എന്താടാ പറയണ്ടേ? ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും നീ അവളെ സംശയിച്ചില്ലേ? എടാ, അതിന്റെ കുറ്റബോധം എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അർച്ചനയുടെ ഭാഗത്താണ് ശരിയും ന്യായവും.
നീ തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ മനസ്സുമായിട്ടാണ് നീ ഇനിയും ജീവിക്കാൻ പോകുന്നതെങ്കിൽ നിനക്ക് ശാപം കിട്ടും, ആ പാവം പെണ്ണിന്റെ. നിന്റെ മനസ്സ് മാറുന്നതും കാത്തു കഴിയുന്ന, നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അർച്ചനയുടെ ആ ശാപം ഏറ്റുവാങ്ങണ്ടെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിനക്ക് സമാധാനം എന്നൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അമ്മു എന്ന പേരിന്റെ സ്ഥാനത്ത് അർച്ചന എന്ന് നീ മാറ്റി എഴുതണം. അർച്ചനയെ പൂർണ്ണ മനസ്സോടെ നിന്റെ ഭാര്യയായിട്ട് നീ അംഗീകരിക്കണം. നിനക്കെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയണ്ടേ? നിനക്കറിയാം എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്താണെന്നും ഞാൻ എത്രമാത്രം മാനസിക ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്നും. അതിനിടയിൽ നീ ഇങ്ങനെ കുത്തിയും കുറ്റപ്പെടുത്തിയും സംസാരിക്കുമ്പോൾ എന്റെ സമനില തെറ്റിപ്പോവും. അനൂപേട്ടനെ എനിക്ക് മനസ്സിലാവഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പൊ അനൂപേട്ടൻ ചുമക്കുന്ന ടെൻഷന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അനൂപേട്ടന് പറ്റുമോ? ഇല്ലല്ലോ. ഈ ടെൻഷനും ഭ്രാന്തവും അനൂപേട്ടൻ മാത്രമല്ലേ അനുഭവിക്കുന്നത്. അച്ചു അവിടെ സച്ചിയുടെ കൂടെ സുഖമായിട്ട് കഴിയാം എന്ന് നിനക്ക് തോന്നുന്നല്ലേ? അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അഭിനയിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു. ആയിക്കോട്ടെ, എന്നാലും അവര് തമ്മിൽ നേർക്ക് നേർ വാഗ്വാദങ്ങളോ വഴക്കോ ഒന്നുമില്ലല്ലോ. അത് നമുക്കറിയില്ലല്ലോ. അനൂപേട്ടൻ എന്തിനാ ആവശ്യമില്ലാതെ അവരെ സംശയിക്കുന്നത്? അതല്ലേ അനൂപേട്ടന്റെ ടെൻഷന് കാരണം. ഇതെന്റെ സംശയം മാത്രമാണ്. ഞാൻ അവന്റെ നാവിന്ന് കേട്ടത് വെച്ച് സന്തോഷത്തോടെ നടക്കണമെന്നാണ് നീ പറയുന്നത്. എങ്കിലൊരു കാര്യം ചെയ്, നാട്ടിലിറങ്ങി ചെണ്ട കൊട്ടി വിളംബരം ചെയ്, എന്റെ അനിയത്തെ കിട്ടിയവൻ അവളെ ചതിച്ചു. നീ എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. അവൾ എന്റെ സ്വന്തം അനിയത്തിയ. അവളുടെ ജീവിതം നരകതുല്യമായി തീരുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കാവില്ല. അവളുടെ ജീവിതം നശിച്ചു എന്ന് കരുതാൻ മാത്രം ഒന്നുമില്ലെന്നാ ഞാൻ പറഞ്ഞത്. അനൂപേട്ടൻ എത്ര തവണ അർച്ചനയെ പോയി കണ്ടു. എന്നിട്ട് അവള് എനിക്കിവിടെ ജീവിക്കാൻ വയ്യ, എന്നെ എത്രയും വേഗം ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് നിങ്ങളുടെ ഈ അനിയത്തി പറഞ്ഞോ? ഇല്ലല്ലോ. അവൾ അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കട്ടെ. അതിനിടയിലേക്ക് അനൂപേട്ടൻ പോകാതിരിക്കുന്നതാ നല്ലത്. അവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ അനിയത്തി ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചിന്തിക്കോ? നിന്റെ ആരും അല്ലല്ലോ അവള്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു മറുപടിയെ ഞാൻ നിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അർച്ചനയെ ഞാൻ എങ്ങനെയാ കാണുന്നെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഇനി അഥവാ അർച്ചനയും സച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അനൂപേട്ടൻ ഇങ്ങനെ മനസ്സൊരുക്കി നടന്നാ അതെല്ലാം മാറുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്ക. നീ ഇത് ആരെ കേൾപ്പിക്കാനുള്ള പുറപ്പാടാ? ഇതാ ഞാൻ നിന്നോട് ഒരു കാര്യവും സംസാരിക്കാത്തത്. അത് അവസാനം വഴക്കിലെ അവസാനിക്കും. അത് അനൂപേട്ടനും കൂടി ഓർക്കണം. എത്ര ദിവസമായി അനൂപേട്ടൻ മര്യാദയ്ക്ക് സ്നേഹത്തോടെ ഒന്നും വേണ്ടിയിട്ട്, മര്യാദയ്ക്കൊന്നും ആഹാരം കഴിച്ചിട്ട്. ലോകത്ത് വേറെ ആർക്കും അനുജത്തെയും ചേച്ചിയൊന്നും ഇല്ലേ? മനസാക്ഷി വേണോടി. നിനക്കൊന്നും അതില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ബന്ധങ്ങളുടെ വിലയും ആഴമൊന്നും നിനക്കൊന്നും അറിയില്ല. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിനും ബാധക. അനിയത്തിക്കും ചേട്ടനും മാത്രം പോരാ. ഇങ്ങനെ അടിയും പിടിയും കൂടി കഴിയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതെയും പറയാതെയും പിണങ്ങിയിരിക്കുന്നത്. അർച്ചന, 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 അർച്ചന എവിടെ പോയി? ഒറ്റയ്ക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് വിഷയമായിരുന്നു.
കൂടെ ആരുമില്ല. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇനിയൊരു അവസരം കിട്ടിയെന്ന് വരില്ല. ഞങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ഏട്ടത്തിയുടെ ബർത്ത്ഡേ അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? സന്ദീപേട്ടനെ ആരൊക്കെയോ വിളിച്ച് വെളുപ്പിനെ തന്നെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ ഒപ്പിച്ചതായില്ല. ആ കേക്ക് സംഘടിപ്പിക്കാനാ പാടുപെട്ടത്. ആ സച്ചേട്ടാ, സച്ചേട്ടൻ എപ്പോ എത്തി? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഓ വീടിനകത്ത് ഭാര്യയെ കാണാത്തോണ്ട് അന്വേഷിച്ചിറങ്ങിയതല്ലേ? ഇന്ന് സച്ചേട്ടൻ ഒരുപാട് നേരത്തെ എത്തിയല്ലോ. വേണമെങ്കിൽ നേരത്തെ വരാനൊക്കെ അറിയാം അല്ലേ സച്ചേട്ടാ? ജോലികൾ നേരത്തെ തീർന്നു, അതുകൊണ്ട് നേരത്തെ വന്നു. ജോലികളൊക്കെ നേരത്തെ തീർന്നതല്ല, നേരത്തെ തീർത്തു എന്ന് പറഞ്ഞാ മതി. സച്ചേട്ടാ, ഇന്ന് പുറത്തു പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ? അതൊക്കെ നമുക്ക് പിന്നൊരിക്കലാവാം. നാളെ നീള ആയിക്കോട്ടെ. സച്ചേട്ടന് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. അതിന് ആലോചനയും ടെൻഷനും ഒക്കെ എന്തിനാ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാലോ. ഇതിലും വലിയ കാര്യം സച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ രാത്രി താൻ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ സച്ചേട്ടൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. മുള്ളും മുനയും വെച്ച് എന്നോട് സംസാരിച്ചു. എനിക്കെന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും സച്ചേട്ടൻ നിന്നില്ല. വല്ലാത്ത സങ്കടം തോന്നി. ആരും കാണുന്നില്ലല്ലോ. വാ നോക്കാം. സോറി, ഞാനിപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. താനെന്താ പറയാൻ വരുന്നെന്ന് കേൾക്കാനുള്ള മനസ്സുപോലും. ആവണിക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ആന്റി. താങ്ക് യു. ഒരു കാര്യം പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. അർച്ചു ആന്റിക്ക് ഞങ്ങളിന്നിപ്പോ വേണ്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ആന്റി എന്നും നിങ്ങളെയൊക്കെ ഓർക്കാറുണ്ട്. സച്ചേട്ടനൊന്നും ഓഫീസിൽ പോയില്ലായിരുന്നോ? നേരത്തെ എത്തിയതാ. ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിരിക്കും അല്ലേ? ചേച്ചിയുടെ ഭാഗ്യം. ഭർത്താക്കന്മാരായ ഇങ്ങനെ വേണം. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. സെയിം ടു യു. ബർത്ത്ഡേ ആരുടെയാ? അങ്കിളുടെയോ ആന്റിയുടെയോ അതെന്റെയോ? അർച്ചന ആന്റിയുടെ. പിന്നെ എന്തിനാ സെയിം ടു യു? ആവണി, അങ്കിൾ എന്താ നിന്റെ കളിപ്പിള്ളയോ? സോറി പറ അങ്കിളിനോട്. ഹേയ്, ലീവ് ഇറ്റ്. മണ്ടത്തരം പറ്റിയത് എനിക്കല്ലേ. സോറി അങ്കിൾ. ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പോ വരാം. എന്റെ അച്ഛ ചേച്ചിക്ക് ഈ അനിയത്തിക്കുട്ടിയുടെ പിറന്നാൾ സമ്മാനം. ഇതെന്റെയും കൂടി അച്ചു ആന്റി. ഇതൊന്നും വേണ്ടായിരുന്നു മോള്. നിങ്ങൾ വന്നത് തന്നെ ഒത്തിരി സന്തോഷായി. അറിവായ കാലം മുതല് ഈ ചടങ്ങ് ഞാൻ തെറ്റിച്ചിട്ടില്ലല്ലോ. അതെന്റെ അവകാശമല്ലേ? അച്ചു ആന്റി ഇതൊന്ന് തുറന്നു നോക്ക്, എന്താ സമ്മാനം. അതെന്താണെങ്കിലും ആന്റിക്ക് സന്തോഷം. വാ തുറക്ക്. ഏട്ടാ, ഏട്ടത്തി എവിടെ? അകത്തുണ്ട്. ഇതെന്താടാ കയ്യില്? ഇതെന്റെ ഏട്ടത്തിക്കുള്ള പിറന്നാൾ സമ്മാന. ജീവിതത്തിൽ ആദ്യമായിട്ട് ഗിഫ്റ്റ് വാങ്ങുന്നതും ഒരാൾക്ക് കൊടുക്കുന്നതും. ഏട്ടത്തിക്ക് ഇഷ്ടാവോ എന്തോ. ഗിഫ്റ്റ് പോയിട്ട് അവിടെ ഒന്നും വിഷയം പറ്റിയില്ല. ഗിഫ്റ്റിനെ കുറിച്ച് അച്ഛനെ ചോദിച്ചാൽ എന്ത് പറയും? ഏട്ടത്തി, ഏട്ടത്തി, ഇതെന്താ സന്ദീപ്? ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. ഇതിന്റെ ഒരു കൊച്ചു സമ്മാന. നേരത്തെ വാങ്ങി വെക്കാൻ കഴിഞ്ഞില്ല. ഏട്ടത്തിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാതെ വാങ്ങിയതാ. ഇഷ്ടപ്പെട്ടാ പറയണം, ഇല്ലെങ്കിൽ പറയണ്ട. എനിക്ക് അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നുമില്ല. സ്നേഹത്തോടെ നിങ്ങൾ തരുന്ന എന്താണെങ്കിലും എടുത്തേക്കുന്ന ഇതുപോലെ തന്നെയാ. താങ്ക്സ് ഏട്ടത്തി. പിന്നെ സച്ചിയേട്ടനെ പോലെ വലിയ വാല്യുബിൾ ഗിഫ്റ്റ് ഒന്നും തരാൻ എന്റെ കയ്യിൽ ഇല്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. കൊടുക്കുന്നതിന്റെ മൂല്യമൊക്കെ
അത് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിലെ സന്ദീപേ. എന്റെ അച്ചു ആന്റി ഇതൊന്ന് തുറന്നു നോക്ക്. എടുത്തി എന്റെ ആദ്യം. അത് പറ്റില്ല, ഞാനാ ചേച്ചിക്ക് ആദ്യം കൊടുത്തേ. ഞാനിപ്പോ ഏതാ തുറക്കണ്ടേ? എന്റെ ആദ്യമൊക്കെ എത്ര പിറന്നാലും സമ്മാനം തന്നിട്ടുള്ളതാ. ഞാൻ ആദ്യമായിട്ടല്ല സമ്മാനം തരുന്നേ. ഒരു പരിഗണന തന്നൂടെ എനിക്ക്? ജെൻസിന്റെ ട്രയൽ റൂമിൽ ഇടിച്ചു കയറി വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ? ഡ്രസ് മാറുമ്പോ ഡോറ് ലോക്ക് ചെയ്യണമെന്ന് സാമാന്യ ബോധം പോലും ഇല്ല ഇയാൾക്ക്.